ഉണ്ടായിരുന്നത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആരോ ഒരാൾ $1.2 മില്യൺ വർത്തുള്ള ബിറ്റ് കോയിൻ ജെനിസിസ് വാലറ്റ് നമ്മൾ പറയും, അതായത് സതോഷി നാക്കാമോട്ടോ ഉണ്ടാക്കിയ ആദ്യത്തെ വാലറ്റ്, അതായത് ഫസ്റ്റ് ക്രിപ്റ്റോ കറൻസി വാലറ്റ് എന്നാണ് നമ്മൾ തന്നെ പറയുക, അല്ലെങ്കിൽ സതോഷി 1 എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ വാലറ്റിലേക്ക് ആരോ തെറ്റിയിട്ടാണോ ഇനി മനഃപൂർവ്വമാണോ എന്നറിയില്ല, ഏകദേശം $1.2 മില്യൺ വാല്യൂ ഉള്ള ബിറ്റ് കോയിൻ സെൻഡ് ചെയ്തു. ഞാൻ ആ വാലറ്റ് ട്രാൻസാക്ഷൻ കാണിച്ചു തരാം. ഇതാണ് ആ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ആ ട്രാൻസാക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ നോക്കിയാൽ കാണാം, ഫ്രം അഡ്രസ്സ് തന്നിട്ടുണ്ട്, ടു സതോഷി 1 എന്നുള്ള അഡ്രസ്സിലേക്കാണ് ഈ എമൗണ്ട് പോയിരിക്കുന്നത്. ഓക്കെ, ഏകദേശം ഇപ്പോഴത്തെ വാല്യൂ പ്രകാരം സതോഷി 1ന്റെ അയച്ചാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് 1.18 മില്യൺ, അത് $26.917 ബിറ്റ് കോയിനാണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. അതെന്തോ മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കുന്നു. ഇതിന് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ അയാൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പോണില്ല. ഓക്കെ, അതൊരു തമാശയായിട്ടുള്ളൊരു കാര്യം അയാളുടെ ആ കാര്യം. നമ്മൾ സതോഷി 1 എന്ന വാലറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം, അത് ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി വാലറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിലിപ്പോൾ ഏകദേശം 99.68 ബിറ്റ് കോയിൻ ഉണ്ട്. ബിറ്റ് കോയിനിൽ ആദ്യമായി സതോഷി ഉണ്ടാക്കിയെടുത്ത ഒരു വാലറ്റാണ്, അത് ഓൾറെഡി അപ്രൂവ്ഡ് വാലറ്റ് കൂടിയാണ്. ഓക്കെ, ഇതിലിപ്പോൾ ട്രാൻസാക്ഷൻസ് നിങ്ങൾ നോക്കിയാൽ കാണാം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ സെൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. എന്നിരുന്നാലും ഇത് ട്രാൻസാക്ഷൻസ് തീരെ ഇല്ലാണ്ട് കിടക്കുന്നൊരു വാലറ്റാണ്. ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് തെറ്റി അയക്കുമ്പോൾ സതോഷി വാലറ്റിലേക്ക് പോകുമെന്നുണ്ടെങ്കിലും മെജോറിറ്റിയും ഈ വാലറ്റ് ഇതാണ്, ബ്ലാങ്ക് ആണ്. ഓക്കെ, ഇതാണ് ഈ വ്യക്തിയുടെ അഡ്രസ്സ്. ഇയാൾ ആ സെൻറ്റിന് ശേഷം ഏകദേശം ആൾക്ക് ഇന്നായിട്ട് വന്നതാണ് 26 വന്ന ബിറ്റ് കോയിനാണ് ആൾ ഫോർവേഡ് ചെയ്തു. അതിന് ശേഷം ആളൊരു ചെറിയ പോയിന്റ് കുറച്ച് ബിറ്റ് കോയിനും അതിൽ നിന്ന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ന്യൂസാണ്. ഓക്കെ, ബൈ.